സാർ, നമ്മൾ ഈ ബംഗ്ലാദേശ് ഈ ഒരു ഇതിന്റെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു മൂവിയാണ് ബോർഡർ മൂവി. അത് അതൊക്കെ ശരിക്കും സംഭവിച്ചതായിരിക്കുമോ? അതെന്താണ്, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ആ മൂവി? എൻ്റെ ബോർഡർ മൂവി സണ്ണി ദേവലിൻ്റെ മൂവി, JP ദത്ത ഡയറക്ട് ചെയ്ത മൂവി. അത് ആക്ച്വലി ബാറ്റിൽ ഓഫ് ലോങ്കേവാല എന്ന് പറയുന്ന ആ ബാറ്റിലിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഓക്കെ, സംഗതി ഉണ്ടായത് തന്നെയാണ്. പിന്നെ സിനിമാറ്റിക് ഒരു ഇമോഷണൽ. പക്ഷേ ഇന്ത്യയുടെ 1971 വാറിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് വേണം ആ യുദ്ധത്തെ പറ്റി പറയാൻ. ബാറ്റിൽ ഓഫ് ലോങ്കേവാല. താർ ഡെസേർട്ട് ഉണ്ടല്ലോ നമ്മുടെ വെസ്റ്റേൺ സെക്ടറിൽ, രാജസ്ഥാനിലെ താർ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജയ്സൽമീർ. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, എല്ലാവർക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ജയ്സൽമീർ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ എയർഫോഴ്സിൻ്റെ ഒരു സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ അവിടെ എയർഫോഴ്സിൻ്റെ ഒരു ട്രെയിനിങ് സ്ക്വാഡിനാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മുടെ ബേസ് അല്ല, എയർഫോഴ്സിന്റെ ഒരു ബേസ് എന്ന് പറയാം, പക്ഷെ അത്ര ഒന്നും ഡെവലപ്ഡ് ഒന്നും അല്ല. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യം വരുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് രാംഗഡ് എന്ന്. ഈ രാംഗഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലമാണ് ലോങ്കേവാല. ലോങ്കേവാലയുടെ അടുത്ത് തന്നെയായിട്ടാണ് പിന്നെ സാദേവാല. ഈ സാദേവാല കഴിഞ്ഞാൽ പിന്നെ കിഷൻഗഡ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയും തമ്മിൽ 15, 20, 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഡിസ്കഷൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പാകിസ്ഥാൻ്റെ ഉദ്ദേശം വെസ്റ്റേൺ സെക്ടറിൽ മാക്സിമം ടെറിട്ടറി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ടെറിട്ടറി ക്യാപ്ചർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം മെക്കനൈസ്ഡ് ഫോഴ്സസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കിഷൻഗഡ് മുതൽ ജയ്സൽമീർ വരെയുള്ള ആ ഏരിയനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി 12 ഇൻഫൻട്രി ഡിവിഷൻ്റെ ആയിരുന്നു. അപ്പോൾ 12 ഇൻഫൻട്രി ഡിവിഷൻ്റെ തൊട്ട് മുന്നിൽ രഹിംയാർ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസ് ഉണ്ട്. അത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബ് കൂടിയാണ്. കറാച്ചിയിൽ നിന്ന് ലാഹോർ വരെയുള്ള ആ സപ്ലൈ ചെയിൻ മൂവ് ചെയ്യുന്നത് ഈ റൂട്ടിൽ കൂടിയാണ്. റോഡാണ് അത്. രഹിംയാർ ഖാൻ 30 കിലോമീറ്റർ ദൂരത്തിൽ ബോർഡറിന്. അപ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്തിട്ട് പാകിസ്ഥാനെ ഒന്ന് ഞെട്ടിക്കണം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് 12 ഇൻഫൻട്രി ഡിവിഷൻ അവിടെ ഒരു ഒഫൻസീവ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോളിസി അനുസരിച്ച് നമ്മൾ ഒഫൻസീവിന് പോവില്ല എന്നും ഞാൻ പറഞ്ഞല്ലോ. അവർ നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രം നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു സെക്ടറിലെ ഒരു ത്രെറ്റിനെ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഫൻസീവിന് പോകണം. അങ്ങനെയുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പോൾ ഈ കിഷൻഗഡ് മുതൽ ജയ്സൽമേർ വരെയുള്ള ഏരിയയുടെ ഒത്ത നടുവിലായിട്ട് വരും ഏറെക്കുറെ ഈ ലോങ്കേവാല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഡെസേർട്ട് അല്ലേ. അപ്പോൾ ഈ ഡെസേർട്ടിൽ സാൻഡ് ഡ്യൂൺസ് പറഞ്ഞു കുന്നുകളുണ്ട്, കുന്നുകൾ. അപ്പോൾ ഇത് ഏകദേശം ഒരു 300 മുതൽ 500, 600 അടി ഉയരത്തിലുള്ള ഒരു സാൻഡ് ഡ്യൂൺ ആണ് ബേസിക് ലോങ്കേവാല. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, 3-4 സ്ഥലത്ത് പോയിട്ടുണ്ട്. എനിക്ക് ആ സ്ഥലം വളരെ സ്ഥലമായിട്ടാണ്. ശരിക്കും മണലാരണ്യം എന്ന് വേണം പറയാനായിട്ട്. വളരെ ലൂസായിട്ടുള്ള സാൻഡാണ്. അതിൽ കൂടെ നടന്നു പോകാനൊക്കെ ആയിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ലൂസായിട്ടുള്ള സോയിലാണ്. അപ്പോൾ ടാങ്ക് ട്രാക്ഡ് ആണല്ലോ. അപ്പോൾ ടാങ്കുകൾക്ക് ഏതിൽ വേണമെങ്കിലും പോകാമെന്നാണ് വിശ്വാസം. പാകിസ്ഥാൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവരുടെ 18 ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷൻ അവർ ന്യൂലി ക്രിയേറ്റ് ചെയ്തതാണ്. ആ ഡിവിഷൻ ഉപയോഗിച്ചിട്ട് ജയ്സൽമീർ ഫൈനൽ ഒബ്ജക്റ്റീവ് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ ഇവിടുത്തെ യുദ്ധത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത്. ആദ്യം ലോങ്കേവാലയിൽ വരിക, പിന്നെ കിഷൻഗഡിലേക്ക് പോവുക, അവിടുന്ന് പിന്നെ ജയ്സൽമീറിലേക്ക് പോവുക. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ റോഡുണ്ട്. അത്ര വലിയ ഡെവലപ്പായിട്ടുള്ള റോഡൊന്നുമല്ല, പക്ഷേ വാഹനങ്ങൾക്ക്, 4 വീലറായിട്ടുള്ള വാഹനങ്ങൾക്ക് പോകാം. ടാങ്കുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ക്രോസ് കൺട്രി ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവരുടെ വലിയ പ്ലാനായിരുന്നു രാത്രി ലോങ്കേവാലയെ അറ്റാക്ക് ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചിട്ട് ഡിന്നർ കഴിക്കാം, പിറ്റേ ദിവസം കിഷൻഗഡ് പിടിച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ട് ലഞ്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഡിന്നർ ജയ്സൽമീറിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ വളരെ നല്ലൊരു പ്ലാനാണ് അവരുണ്ടാക്കിയത്. ആ പ്ലാനിൽ ഏകദേശം 2000 മുതൽ 3000 പട്ടാളക്കാരെ, 2000 to 3000 പട്ടാളക്കാര്, 48ഓളം ടാങ്കുകൾ, അതായത് 1.5 റെജിമെന്റ്, ഒരു റെജിമെന്റ് ഒരു സ്ക്വാഡൻ
പിന്നെ ബാക്കപ്പ് വേറെ ഫോഴ്സസ് ഉണ്ട്. ഇത്രയും ഉപയോഗിച്ചിട്ട് വേണം ജയ്സൽമീറിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇവരുടെ പ്ലാൻ. അപ്പൊ 2 ബ്രിഗേഡുകളെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഒരു ബ്രിഗേഡിൽ ഒരു 2400 മുതൽ 3000 വരെ സോൾജേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബ്രിഗേഡിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാം. ഇവർ ഈ അറ്റാക്ക് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് അടുത്ത ഒബ്ജക്റ്റീവിലേക്ക് പോവുക, ഇങ്ങനെയുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. അപ്പോൾ ഇവരുടെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നുള്ള യാതൊരു ഐഡിയ നമുക്കില്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് കാരണത്താൽ തന്നെ ലോങ്കേവാല എന്ന് പറയുന്ന ആ പോസ്റ്റ് അവിടെ ആദ്യം BSF ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധം വന്നാൽ നമ്മൾ എപ്പോഴും ഈ BSFനെ വിഡ്രോ ചെയ്തിട്ട് റെഗുലർ ഫോഴ്സസ് അവിടെ പോകും. അപ്പോൾ 23 പഞ്ചാബ് എന്ന് പറയുന്ന ബറ്റാലിയൻ്റെ ഒരു കമ്പനിയിൽ ഇൻഫൻട്രിയിൽ സാധാരണ ഒരു 136ഓളം പട്ടാളക്കാരുണ്ടാവും, സോൾജേഴ്സ് ഉണ്ടാവും. ഗിവ് ഓർ ടേക്ക് 10 ദിസ് സൈഡ് ദാറ്റ് സൈഡ്, അത്രയാണ്. യുദ്ധം നടക്കുമ്പോൾ അവിടെ ഏകദേശം 120 പട്ടാളക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ലോങ്കേവാല പോസ്റ്റിൽ 120 പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാണ്ട് 10 ക്യാമൽസും ഉണ്ടായിരുന്നു. BSF അവിടെ ക്യാമൽ ഉപയോഗിച്ചിട്ടാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒരു 10 ക്യാമൽസ് പെട്രോളിങ്ങിനൊക്കെ ആയിട്ടല്ലേ, പെട്രോളിങ്ങിനായിട്ട് ആക്ച്വലി. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ ബറ്റാലിയൻ്റെ ബാക്കി ഒരു ബറ്റാലിയനിൽ 4 റൈഫിൾ കമ്പനികളാണ്. അപ്പോൾ അതിൽ 3 കമ്പനികൾ സാദേവാല എന്ന് പറയുന്ന സ്ഥലമാണ്. അതൊരു 20-22 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു. സാദേവാല എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് എക്സാക്ട്ലി ആവില്ല, ഡിപ്ലോയ് കുറച്ചങ്ങോട്ട് മാറിയിട്ടൊക്കെയാണല്ലോ ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ അവിടെയായിരുന്നു ഇവർ ഡിപ്ലോയ് ചെയ്തത്. അപ്പോൾ ഈ ലോങ്കേവാല പോസ്റ്റിൻ്റെ കമാൻഡർ 23 പഞ്ചാബിൻ്റെ A കമ്പനി, അപ്പോൾ അതിന് ഞങ്ങൾ ആൽഫ എന്നാണ് പറയാം, ആൽഫ കമ്പനി അത് കമാൻഡ് ചെയ്തിരുന്നത് മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരി എന്ന് പറയുന്ന ഒരു സർദാർജിയായിരുന്നു. അദ്ദേഹവും 120 പട്ടാളക്കാരും ഈ 10 ക്യാമൽസും, ഇത്രയേ ഉള്ളൂ. പ്രോപ്പർ ഡിഫൻസും സാധനങ്ങളും പരിപാടിയൊന്നുമില്ല. കാരണം ഇവിടെ എല്ലാവരും വരുന്നൊരു പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. അപ്പോൾ ഇവരൊരു സിംഗിൾ സ്ട്രാൻഡ്, ഈ ബാർബ് വയർ ഇല്ലേ, അതിൻ്റെ ഒരു സിംഗിൾ ബാർബ് വയർ ഈ കമ്പനിക്ക് ചുറ്റും ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ഇവർ നന്നായിട്ട് അവിടുത്തെ ഡിഫൻസസ് ഒക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഡിഫൻസിന് സപ്പോർട്ടിങ് വെപ്പൻസ് ഒന്നുമില്ല. 2 RCL ഗണ്ണുകൾ മാത്രമേ ഉള്ളൂ. RCL ഗണ്ണിൻ്റെ റേഞ്ച് 1100 മീറ്ററോളം. ടാങ്കിനെയാണ് നമ്മൾ ഈ RCL ഗണ്ണ് വെച്ചിട്ട്. അപ്പോൾ ജീപ്പ് മൗണ്ടഡ് ആണ്. അവിടെ ജീപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ സ്റ്റേഷനറിയാണ്. ഇത് 2 എണ്ണം, 2 81mm മോട്ടർ, 2 റീകോയിൽലെസ് റോക്കറ്റ് ലോഞ്ചർ. അപ്പോൾ 2 RCL, 2 81mm മോട്ടർ. ബറ്റാലിയൻ സപ്പോർട്ട് വെപ്പൻസ് എല്ലാവർക്കും കുറച്ച് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 120 പട്ടാളക്കാരും. കുൽദീപ് സിംഗ് ചാന്ദ്പുരി എന്ത് ചെയ്തു, ഒരു പെട്രോൾ വെച്ചു. ഒരു സെക്കൻഡ് ലെഫ്റ്റനന്റ് ചന്ദ്രപാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ, അവനെ പെട്രോളിങ്ങിന് വെച്ചു. പറഞ്ഞു മുന്നോട്ട് പോയിട്ട് ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നോക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കണ്ടെന്ന്. അങ്ങനെ ഈ സെക്കൻഡ് ലെഫ്റ്റനന്റിന്റെ ആ പെട്രോൾ അവര് ഒരു 10-25 കിലോമീറ്റർ പോയപ്പോൾ ബോർഡറിൽ നിന്ന് കുറേ ദൂരത്താണ്. പിന്നീട് രാത്രിയുണ്ട്, ടാങ്കുകളുടെ ശബ്ദം കേൾക്കുന്നു, എന്തോ ശബ്ദം കേൾക്കണം. ഇവനാകെ അമ്പരുന്നു, ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ. അങ്ങനെ ടാങ്കുകളുടെ ശബ്ദം കേൾക്കും. ഈ ടാങ്കുകളുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ ഇവൻ ചാന്ദ്പുരിക്ക് റിപ്പോർട്ട് ചെയ്തു. മേജർ ചാന്ദ്പുരി ഈ വിവരം ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിലേക്ക് അറിയിച്ചു. ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിലേക്ക് അറിയിച്ചപ്പോൾ അവരതിനെ അത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. അവർ പറഞ്ഞു ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഫോളോ ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു വരുന്ന ടാങ്കിലാണ്, ഇവർ ഫുഡ് പെട്രോളാണ്. എങ്ങനെയായാലും സെക്കൻഡ് ലെഫ്റ്റനൻറ്റും പാർട്ടിയും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് മുന്നിൽ നിന്ന് ടാങ്കുകൾ വരുന്നു. അപ്പോൾ രാത്രി പ്രത്യേകിച്ച് ടാങ്കുകൾ മൂവ് ചെയ്യുമ്പോൾ മരുഭൂമില്ല ഉണ്ടല്ലോ, അതൊരു സൈറ്റാണ്. ആൻഡോ നമ്മുടെ കുടൽ പുറത്തോട്ട് വരും. എത്ര വലിയ തീരണമായാലും ശരി, നമ്മളൊന്നും ചെയ്യേണ്ട. ഒരു 300 മീറ്റർ 400 മീറ്റർ ദൂരത്തിൽ വന്നിട്ട് ഒരു ടാങ്കിനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ, അതിൽ 3 ടാങ്കിനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലുണ്ടല്ലോ നമ്മുടെ കാറ്റ് പോകും. അങ്ങനത്തെയാണ് ശബ്ദം ടാങ്കിൻ്റെ, അങ്ങനത്തെയാണ് ശബ്ദം. അപ്പോൾ അതിൻ്റെ ആ ആക്ഷനെ നമ്മൾ ഷോക്ക് ആക്ഷൻ എന്നാണ് പറയുക. ടാങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ അവർ ഈ കണ്ണുമുക്കൊന്നുമില്ല, അതേമാതിരിയാണ് അവർ വരിക. അപ്പോൾ 2000 മുതൽ 3000 പട്ടാളക്കാരും ഈ 1048 ടാങ്കുകളുമാണ് ഈ അഡ്വാൻസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനികൾ ഈ ഏരിയ ഒന്നും ശരിക്കും റാക്കി ചെയ്തിട്ടില്ല. അതായത് ടാങ്കിന് ഈ മരുഭൂമി കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്നും എത്ര സമയം എടുക്കുന്നും ഇവിടെ ഇവർ ഈ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഈ ഫീച്ചറിൻ്റെ ലേ ഔട്ട് എന്താണെന്നും അവിടെ എത്ര പട്ടാളക്കാരുണ്ടെന്നും അവിടെ എയർഫോഴ്സ് ഉണ്ടോയെന്നും ആർട്ടിലറി ഉണ്ടോയെന്നും ഇതൊന്നും ഇവർ നോക്കിയിട്ടില്ല. ഇവർ ഈ ഉത്സവത്തിന് പോകുന്ന മാതിരി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ആർട്ടിലറി സപ്പോർട്ടില്ല. ആകെ ഒരേ ഒരു 170 ഫീൽഡ് റെജിമെൻറ്റിൻ്റെ ഒരു ബാറ്ററി മാത്രമാണ് ഇവർക്ക് സപ്പോർട്ടുള്ളത്.
ഒരേ ഒരു ബാറ്ററി 6 ഗൺസ്. ഈ 6 ഗൺസ് വെച്ചിട്ട് നമ്മൾക്ക് ഒരു റെജിമെന്റിനെ പോലും ഒരു ബറ്റാലിയനെ പോലും ശരിക്കും ഫേസ് ചെയ്യാൻ പറ്റില്ല. വേറെ ആർട്ടിലറി ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മെയിൻ എയിം ഈ 12 ഡിവിഷൻ്റെ ഈ രമിഹാർ ഖാനെ അറ്റാക്ക് ചെയ്യാനുള്ളായിരുന്നു. അപ്പോൾ ഫോഴ്സസിനെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് ഇവിടെ ഇത്രയും ഫോഴ്സ് ഇത്ര തെന്നിയതായിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനികൾ ഇവിടെ ആക്രമിക്കാനായിട്ട് വരുന്നു എന്ന് ചാന്ദ്പുരി ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടറിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട്. അപ്പോൾ അവിടെ രാത്രി സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എയർഫോഴ്സിൻ്റെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ജയ്സൽമീറിലുള്ളത് ഒരു ട്രെയിനിങ് സ്ക്വാഡിനാണ്. അതും അവർ ഏതോ സ്ഥലത്ത് നിന്ന് പോരെന്നാണ് തോന്നുന്നു, മൂവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഈ മാരുത് എന്ന് പറയുന്ന ആ എയർക്രാഫ്റ്റും ഹണ്ടർ എന്ന് പറയുന്ന ഈ എയർക്രാഫ്റ്റുകളും ഉള്ളൂ. ഇതിൽ ഈ ഹണ്ടർ 4 ഹണ്ടർ എയർക്രാഫ്റ്റുകളുണ്ട്, വേറെ മാരുതി 2 എണ്ണമാണ് തോന്നുന്നു. അത്രയും ഉണ്ടായിരുന്നു എയർക്രാഫ്റ്റുകൾ. അപ്പോൾ ഇവർക്ക് നൈറ്റ് ഫ്ലൈയിങ് കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ രാത്രി നമ്മൾക്ക് എയർഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുമില്ല. അങ്ങനെ ഇവർ വന്ന് പാകിസ്ഥാനികൾ ലോങ്കേവാലിനെ വളയാണ്. വളഞ്ഞപ്പോൾ അപ്പോൾ ഇവർ ഉത്സവത്തിന് പോവുകയാണല്ലോ. അപ്പോൾ ടാങ്കിൻ്റെ മീതെ ഒക്കെ ഒരു പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വലിയ ബാരൽസ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇവർ പാകിസ്ഥാനികൾ. അങ്ങനെ ഇവരിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വയറ് കാണണം. വയറ് കണ്ടപ്പോൾ ഇവർക്ക്, അപ്പോൾ എക്സാക്ട് ഡിപ്ലോയ്മെന്റ് ഒന്നും ഇവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വയറ് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ഇത് ആൻറ്റി ടാങ്ക് മൈൻ വെച്ചാൽ, അപ്പോൾ മൈൻ വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്യും ഈ ബാർ വയർ വെച്ചിട്ട്. അപ്പോൾ ചാന്ദ്പുരി എന്ത് ചെയ്തു? ചാന്ദ്പുരി ഡിസൈഡ് ചെയ്തു, എന്തായാലും നമ്മൾ ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ചാന്ദ്പുരി 120 സോൾജേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാം, ഞാൻ ആരും തടഞ്ഞു വെക്കില്ല. കാരണം ഇവിടെ വെച്ച് നമ്മൾ ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട് വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. അതെ, എത്ര ഫോഴ്സസ് ആണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ആർക്കെങ്കിലും പോകണോ നിങ്ങൾ പോയിക്കോളൂ, ഒരാളും പോയില്ല. നോ ബഡി. അവർ പറഞ്ഞു സർ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്. സോ മരിച്ചു പോയെങ്കിൽ മരിച്ചുപോയി, അത്രയേ ഉള്ളൂ. ആ പട്ടാളക്കാരെല്ലാം പട്ടാളക്കാരുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ് ഈ ഫൈറ്റിംഗ് ഫോഴ്സസിലൊക്കെ. ദേ ഡോണ്ട് കെയർ. അവിടെ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ഇവർ ഈ ബാബ് വയർ കണ്ടപ്പോൾ ഇവർ ഒന്ന് ഹോൾട്ട് ചെയ്തു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇവരുടെ അടുത്ത് ടാങ്കിൻ്റെ ആൻറ്റി ടാങ്ക് മൈനും ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. കുറച്ച് ആൻറ്റി ടാങ്ക് മൈൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ ലേ ഔട്ട് ചെയ്തു ഈ കിട്ടിയ സമയം കൊണ്ട്. പിന്നെ ഇവർ ഭക്ഷണം കഴിക്കുന്ന ഈ മെസ്റ്റിൻ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഈ മെസ്റ്റിനിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ മെസ്റ്റിൻ ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഈ മെസ്റ്റിനുകളും കുഴിച്ചിട്ടു. ഇവരുടെ അടുത്തുള്ള ഈ മെസ്റ്റിനുകളൊക്കെ ഈ ടാങ്കിന്റെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവയ്ക്കും. ഇവര് ഇത് കൊണ്ടുവച്ചു. അപ്പോൾ പാകിസ്ഥാനികൾ അവർ എഞ്ചിനീയർ റെജിമെന്റ് ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു അറ്റാക്ക് ചെയ്തു ടാങ്കുകൾ ഈ വയർ കണ്ടപ്പോൾ അവരവിടെ ഹോൾട്ട് ചെയ്തു. അവർ അപ്പോൾ അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിലാണ് വരിക. സാധാരണ മൂവ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ വരുള്ളൂ. അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യേണ്ട ഒരു കുന്നിൻ്റെ മീതയ്ക്കാണ്. ഈ കുന്നിൻ്റെ മീതയ്ക്ക് കയറാൻ തുടങ്ങിയോടുകൂടി ഈ ടാങ്കുകളുടെ ട്രാക്കൊക്കെ അവിടെ വിട്ടുപോയി. ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മണലിൽ വിട്ടുപോയി. അപ്പോൾ ഇവർ എഞ്ചിനീയേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മൈൻ ഫീൽഡ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയേഴ്സ് വന്നു, മൈൻ ഫീൽഡുകൾ ക്ലിയർ ചെയ്യാൻ നോക്കി. മൈൻ കാണണ്ടേ? അവർ കുറച്ച് നേരം എഫർട്ട് ചെയ്താൽ ഇവർക്ക് ഒരു മൈൻ കിട്ടും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൈൻ കിട്ടും. അപ്പോൾ എന്തായാലും 2-2.5 മണിക്കൂർ ഈ മൈൻ ഫീൽഡ് ക്ലിയർ ചെയ്യാനായിട്ട് പോയി. ഈ 2.5 മണിക്കൂറുള്ളൂ അതിൽ പോയി, വേസ്റ്റായി പോയി. അങ്ങനെ അവർ അസോൾട്ട് ചെയ്തു. അസോൾട്ട് ചെയ്തപ്പോൾ അപ്പോഴത്തേന് ചാന്ദ്പുരി ശരിക്കും ഡിഫൻസിനെ ഭംഗിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിക്കും ഓർഗനൈസ് ചെയ്തിട്ട്. മൈൻഡ് 2 ആർസിൽ കണ്ണുള്ള ഈ ടാങ്കുകൾ നേരിടാനായിട്ട് വേറെ കണ്ണുകളില്ല. അപ്പോഴത്തേനും അവർ ആർട്ടിലറി ഫയർ ചെയ്തു. ആർട്ടിലറി ഫയർ ചെയ്തപ്പോൾ അതിന്ന് 10 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ 5 ഒട്ടകങ്ങൾ, ഈ 5 ഒട്ടകങ്ങൾ ചത്തു. ബാക്കിയുള്ള 5 ഒട്ടകങ്ങളിൽ നിന്ന് 3 ഒട്ടകങ്ങൾ പീഡിച്ചിട്ട് ഈ ബാബ് വയറിന്റെ മീതെ കൂടെ ചാടിയിട്ട് ഓടാൻ ശ്രമിച്ചു. ഓടുമല്ലോ, ഓടുന്ന സമയത്ത് ഇവർക്ക് തോന്നി, പാകിസ്ഥാനികൾക്ക് തോന്നി അവരെ അസോൾട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഇൻഫൻട്രിയാണ് വരുന്നത്. അപ്പോൾ 2000 പട്ടാളക്കാരെ അസോൾട്ട് ചെയ്യണമെങ്കിൽ 4000 പട്ടാളക്കാരോ 6000 പട്ടാളക്കാരൊക്കെ വേണ്ടേ? അപ്പോൾ ഒരു ബറ്റാലിയനാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 800 ആൾക്കാർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ 1600-1800 പട്ടാളക്കാർ വേണ്ടേ? അപ്പൊ ഇവര് വിചാരിച്ചു ഇവരിപ്പോ കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെന്നാണ്. ഈ ഒട്ടകങ്ങൾ ഈ മൂവി കണ്ടപ്പോൾ ഇവരാകെ പേടിച്ചു പോയി. അങ്ങനെ അവർ കുറച്ചും കൂടെ ഹോൾട്ട് ചെയ്തു. എന്നിട്ട് അവർ വീണ്ടും റീഓർഗനൈസ് ചെയ്തിട്ട് ഇവർ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. ചാന്ദ്പൂരുടെ ഈ 120 ജവാൻസ് ഇവർ നേരിട്ട് അപ്പോൾ ഇവരുടെ കൂടെ ഈ റോക്കറ്റ് ലോഞ്ചർ ഉണ്ടായിരുന്നല്ലോ 6, അത് വെച്ചിട്ട് അപ്പോൾ റോക്കറ്റ് ലോഞ്ചർ ഈ ടാങ്കുകളെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. അതിന് പല കേപ്പബിലിറ്റി. ഇവര് ഫയർ ചെയ്തപ്പോൾ ഈ ടാങ്കിന്റെ മീത് കൊണ്ടപ്പോൾ ഇതിന്റെ മീതെ ഈ പെട്രോളിന്റെ ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ തീ പിടിച്ചു.
അതിനൊന്നിന് തീ പിടിച്ചപ്പോ വേറൊന്നിന് തീ പിടിച്ചു. ഇതൊക്കെ അടുത്തടുത്താണ്. ഒന്നിന് തീ പിടിച്ചപ്പോ വേറൊന്നിന് തീ പിടിച്ചു. അങ്ങനെ അവിടെ ആകെ തീ പിടിച്ചു. ഇവർക്ക് ആകെ പേടി. അവർ വീണ്ടും വിട്ടു. അങ്ങനെ ഇവര് 5 തവണ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇവർ അറ്റാക്ക് ചെയ്തു. ഒരൊറ്റ ആളെ പോലും ഇവർക്ക്, ഈ ഇൻഫൻട്രിക്കാർക്കും ഈ ആർമഡുകാർക്കുമായിട്ട് ഒരൊറ്റ ആളെ പോലും കാഷ്വാലിറ്റി ആക്കാൻ പറ്റില്ല. 2 കാഷ്വാലിറ്റിയാണ് അവിടെ ഉണ്ടായത്. ഒന്ന് കിൽഡ് ഇൻ ആക്ഷൻ, ഒന്ന് ഇഞ്ചേർഡ്. അതും ആർട്ടിലറി ഫയറുകാരന്. ഇവരുടെ ഈ ആർമേഡിന്റെ ആക്ഷനുണ്ടോ ഇൻഫൻട്രിയുടെ ആക്ഷനുണ്ടോ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇവര് രാത്രി മുഴുവനും പിടിച്ചു നിന്നു. ഇതിന്റെ ഇടയിൽ ഒരു RCL ഗൺ ഡിസ്ട്രോയ് ചെയ്യും, നെഗറ്റീവ്. മറ്റത് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമിനേഷൻ ലിമിറ്റഡ് അല്ലേ. നേരം അങ്ങോട്ട് പുലരാനായോട് കൂടിയിട്ട് അപ്പോഴത്തേനും ഇവരെല്ലായിടത്തും എത്തിയല്ലോ. എയർഫോഴ്സുകാർ വന്നു. അങ്ങനെ ഈ എയർഫോഴ്സുകാരുടെ ഈ 4 ഹണ്ടർ വിമാനങ്ങൾ, ഈ 2 മാരുതി വിമാനങ്ങളിൽ ഫ്ലൈറ്റും കൂടെ വന്നു. ഇവരിവിടെ വരുമ്പോൾ സിറ്റിംഗ് ഡക്ക് എന്ന് നമ്മൾ പറയില്ലേ, ഒരു ഡക്ക് മാതിരി ഈ ടാങ്കുകളൊക്കെ ഇവിടെ പോകുന്നു. അവിടെ നിന്ന് കിടക്കണം, അവർ വെടിക്കണം, പരിപാടിക്കുണ്ട്. ഭാഗ്യത്തിന് നമ്മളുടെ ഒരു ഫോർവേഡ് എയർ കൺട്രോൾ ഉണ്ടായിരുന്നു അന്ന്. മേജർ ആത്മ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആർട്ടിലറിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഇവരെ ഡയറക്റ്റ് ചെയ്യാൻ ടാർഗറ്റ്. അപ്പോൾ ആത്മ സിംഗ് നല്ല ധൈര്യശാലിയായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു എയറോപ്പിലത്തെ ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിന് ആയുധത്തിൽ വീരചക്രം കിട്ടിയിരുന്നു. മേജറിലായിട്ടാണ് റിട്ടയർ ചെയ്തത്. ആർട്ടിലറി എന്നാണ്. അപ്പോൾ അത് കാരണം നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആത്മ സിംഗ് ഇവരെ ഡയറക്റ്റ് ചെയ്തു. പിന്നീട് ഈ എയർഫോഴ്സുകാർ വന്നിട്ട് അവിടെ ഒരു താണ്ഡവം തന്നെ നടത്തി എന്ന് പറയാം. ഇവരുടെ ഓരോരോ വിമാനങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് രക്ഷയില്ല. അപ്പൊ അതിന്റെ ആ ട്രാക്കിന്റെ ഫോട്ടോ ഒക്കെ യൂട്യൂബിൽ കാണാം. ഈ ടാങ്കുകളെ ഈ 8 കാലി കിടന്നിട്ട് വലയുടെ ഉള്ളിൽ ഓടില്ലേ, അതേമാതിരിയായിരുന്നു. അങ്ങനെ ഇവര് വേറൊരു ബ്രിഗേഡ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് പകല് എയർഫോഴ്സുകാർ വിടുവോ? ഇത് നെക്സ്റ്റ് ഡേ സംഭവിക്കുന്ന കാര്യങ്ങൾ. രാവിലെയാണിത്, അടുത്ത രാവിലെ എയർഫോഴ്സുകാർ വന്നിട്ട് ഇത് ചെയ്യും. അപ്പൊ ഇവര് ചിരിച്ച് സന്തോഷിച്ചോട് കൂടിയിട്ട്, കാരണം അവരുടെ എയർഫോഴ്സില്ല. ഇവർ ഈ രമിയാർ ഖാൻ അത് ഒരു അറ്റാക്ക് ചെയ്യുന്നുള്ള പ്ലാൻ അവര് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു ത്രെറ്റ് എന്നുള്ളത്. അത് കാരണത്താലേ അവര് എയർഫോഴ്സിന് ഇതിനായിട്ട് മൂവ് ചെയ്തിട്ടില്ല. അപ്പോഴത്തേനും അവര് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ അവർ തരിപ്പണാക്കി. ഏകദേശം 38, പല അക്കൗണ്ടിലും പലതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു റഫ് ഫിഗർ പറയുന്നത് 38ഓളം ടാങ്കുകളെ നമ്മൾ അങ്ങനെ അവര് അറ്റാക്ക് കംപ്ലീറ്റ്ലി ഫെയിലായി. അപ്പോൾ അവരുടെ രാംഗഡിലെ ലഞ്ചും പോയി, ജയ്സൽമീറിലെ ഡിന്നറും പോയി. ഇവര് ദയനീയമായിട്ട് പരാജയപ്പെട്ട് ഇവർ വിഡ്രോ ചെയ്തു. അവരുടെ GOCയെ, ആ 18 ഡിവിഷന്റെ GOCയെ കോർട്ട് മാർഷൽ ചെയ്തു, സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അവരുടെ GOC. പക്ഷെ നമ്മള് അവിടെ ഇടുന്ന ഒരു പിഴവ് പറ്റി. ഇവര് പോകുന്ന സമയത്ത് ഈ ഒരു 3 ദിവസം, അതായത് 4-ാം തീയതി ഒരു അറ്റാക്ക് ചെയ്തു, 5-ാം തീയതി മുഴുവനും, 6-ാം തീയതി രാത്രിയോട് കൂടിയിട്ട് ഓപ്പറേഷൻസ് കഴിഞ്ഞു. കാരണം ഇവര് പോകുമ്പോ ഇവരെ നമ്മൾ ചേസ് ചെയ്യല്ലോ. അപ്പൊ ഇവരെ നമ്മൾ മുഴുവൻ ചേസ് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊക്കെ ചില ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ അവസാനത്തിൽ നോക്കുമ്പോൾ 120 ബ്രേവ് സോൾജേഴ്സ്, അവര് 2000 മുതൽ 3000 പട്ടാളക്കാരെയും 48 ടാങ്കുകളെയും പിടിച്ചു നിർത്തി. ബാറ്റിൽ ഓഫ് ലോങ്കേവാല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. അതിന്റെ ബേസിസിലാണ് ഈ ബോർഡർ മൂവി. ബ്രില്യന്റ് ഓപ്പറേഷൻ. ആൻഡ് മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരി ബ്രിഗേഡിയറായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് മഹാവീർ ചക്ര അവാർഡ് കിട്ടുകയുണ്ടായി. വേറെ ഒരു സോൾജർക്ക് വീർ ചക്ര കിട്ടുകയുണ്ടായി. കുറെ അവാർഡുകളൊക്കെ. കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. കാഷ്വാലിറ്റീസ് അല്ലേ പറഞ്ഞത്? ആകെ ഒരു സോൾജർ മരിച്ചു, ഒരാളാണ് മരിച്ചത്. ഒരാൾ മരിച്ചു, ഒരാൾ ഇഞ്ചേർഡ് ആയി. പാകിസ്ഥാന്റെ പറയുന്നത് 250 മുതൽ 350 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായില്ലേ. കാരണം എയർഫോഴ്സുകാർ വന്നിട്ട് തകർത്തു, തരിപ്പണാക്കി. ഇവര് അവിടുന്ന് വരിക, ബോംബ് മീതെ കൊണ്ടുവന്നിട്ട് പോവുക, ബോംബ് എടുത്തിട്ട്. അപ്പോഴത്തേന് എയർഫോഴ്സ് അവര് അവിടെ നിന്ന് ജയ്സൽമീർ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേന് പിന്നീന്നുള്ള എയർക്രാഫ്റ്റുകൾ ബോംബുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ് ജയ്സൽമീറിൽ. പക്ഷെ ആ യുദ്ധത്തിൽ ബൈ ചാൻസ് അവര് ജയ്സൽമീറിന്റെ അവിടം വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയാസ് നഷ്ടപ്പെടും. അതായത് ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ, അതായത് ബംഗ്ലാദേശിന്റെ അവിടേക്ക് പോകുന്നതിന്റെ കൗണ്ടർ അറ്റാക്ക് ആണ് ഇപ്പുറത്തുണ്ടായത് അല്ലേ.
അല്ല, നമ്മൾ ബംഗ്ലാദേശിലേക്ക് അറ്റാക്ക് ചെയ്യും. അതെ. അപ്പൊ അതിനെ പ്രീഎംപ്റ്റ് ചെയ്തിട്ട് ആണ് ഇവിടെ ചെയ്യാനുള്ള ഒരു പരിപാടി. അപ്പൊ ഇവിടെ ഇവർ ഇത്രയും ഏരിയ ക്യാപ്ചർ ചെയ്താൽ ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശ് പിടിച്ചടക്കിയാൽ തന്നെയും ഇവർക്ക് ബാർഗൈൻ ചെയ്തൂടെ? അതെ 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 അതെ. ഇത് വെച്ച് ബാർഗൈൻ ചെയ്യല്ലോ. സ്വാഭാവികമായിട്ടും. ഇതാണ് ബാറ്റിൽ ഓഫ് ലോങ്കേവാല. 5 തവണ പാകിസ്ഥാനികൾ ടാങ്കുകളും ഇൻഫൻട്രിക്കാരും കൂടെ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. 3 തവണ വെടിയുണ്ട്. പക്ഷെ 1 ഇഞ്ച് സ്ഥലം വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ടാങ്കിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞു, അരുൺ നീ ടാങ്ക് വിട്ടുള്ളൂ, ഇതിപ്പോ പൊട്ടിത്തെറിക്കും. അപ്പോൾ അരുൺ കേജ്രിവാൾ പറഞ്ഞു, സർ എന്റെ ഗൺ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തായാലും പോകുന്നില്ല. 2 പേരെ ഞാൻ നോക്കൗട്ട് ചെയ്തു. I'll get the rest also എന്ന് പറഞ്ഞു. ഈ ബ്രിഗേഡിയർ പറയുന്നു, ഇറ്റ് വാസ് ഐ ഹൂ കിൽഡ് യുവർ സൺ. നിങ്ങളുടെ മകനെ ഞാനാണ് കൊന്നത്.